പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അപ്പോൾ നമ്മളടുത്ത പാഠത്തിലേക്ക് വന്നിരിക്കുകയാണ്. 4ാമത്തെ ചാപ്റ്ററാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. NIOS, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൻ്റെ പിന്നെ ഇംഗ്ലീഷ് സബ്ജക്റ്റ് ഇംഗ്ലീഷിൻ്റെ കോഡ്. ഓരോ സബ്ജക്റ്റിനും ഓരോ കോഡ് ഉണ്ടാവും. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ കോഡാണ് 302, 302. അപ്പോൾ 302-ാം നമ്പർ കോഡായ ബോലി, 4ാമത്തെ ചാപ്റ്റർ ബോലി എന്ന് പറഞ്ഞ ചാപ്റ്ററായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് കടക്കണ മുമ്പ് നമ്മൾ ഈ സ്ക്രീനിലൊരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. ആർക്കെങ്കിലും അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സഹായങ്ങളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ആ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ചെറിയ ഫീസൊക്കെ വാങ്ങിയിട്ട്. അപ്പോൾ അതൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ മടിക്കരുത്. ഏത് സമയത്തും നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്, കോൾ ചെയ്യരുത്. വാട്സപ്പിൽ ചെറിയ വോയിസ് നോട്ടോ അല്ലെങ്കിൽ 1 മിനിറ്റിൽ കൂടാത്ത വോയിസ് നോട്ട് അല്ലെങ്കിൽ മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ടൈപ്പ് ചെയ്ത് അയക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പാഠഭാഗത്തിലേക്ക് കടക്കില്ല. 4ാമത്തെ പാഠഭാഗത്താണ് നമ്മളുള്ളത്. അതിൽ ബോലി ഈസ് എ ഷോർട്ട് സ്റ്റോറി റിനോമിനേറ്റ് ഇന്ത്യൻ ഔത്തോർ കെ.എ. അബ്ബാസ്. ഖാജ അഹമ്മദ് അബ്ബാസ് എന്ന ആളാണ്. അതാണ് കെ.എ. അബ്ബാസ്. കെ.എ. അബ്ബാസ് ഇന്ത്യൻ സാഹിത്യത്തിലെ ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു ബഹുമുഖ പ്രതിഭയാണ്. കെ.എ. അബ്ബാസിനെ കുറിച്ച് ഒരു 1-2 വാക്ക് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അദ്ദേഹം ഒരു പത്രപ്രവർത്തകനാണ്, ഒരു വക്കീൽ, അഡ്വക്കേറ്റാണ്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം നേടി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിലും പിന്നെ നിയമത്തിലും ബിരുദം നേടിയ ഒരു വ്യക്തിയാണ് നമ്മൾ കെ.എ. അബ്ബാസ് എന്ന് പറയുന്നത്. അത് അഡ്വക്കേറ്റുമാണ്, ഒരു സാഹിത്യകാരനുമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു പത്രപ്രവർത്തകനാണ്. ദ ലാസ്റ്റ് പേജ് എന്ന ഒരു കോളമിസ്റ്റ് ആയിട്ട് ഒരുപാട് കാലം പത്രരംഗത്ത് മൂപ്പര് നിന്നിട്ടുണ്ട്. അത് ഇന്ത്യൻ പത്ര ചരിത്രത്തിലെ ഒരു അപൂർവ സംഭവങ്ങളിൽ ഒന്നാണ്. വർഷങ്ങളോളം ദ ലാസ്റ്റ് പേജ് എന്ന ഒരു കോളത്തിൽ പേരുള്ള ഒരു കോളത്തിൽ ഒരുപാട് കാലം ലേഖനം എഴുതുക, കോളമിസ്റ്റായിട്ട് വർക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ അത്ഭുതകരമായ ഒരു സംഭവം തന്നെയാണ്. ഇന്ത്യൻ ചരിത്രത്തിൽ വളരെ അപൂർവമായ ഒരു നേട്ടമാണ് അതൊക്കെ ഇന്ത്യൻ പത്രചരിത്രത്തിൽ. അതുപോലെ തന്നെ ഇദ്ദേഹം ഒരുപാട് ഫിലിമുകൾക്ക് തിരക്കഥകൾ എഴുതിയിട്ടുണ്ട്, സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ അബ്ബാസിനെ കുറിച്ച് ഒറ്റ കാര്യം കൂടി പറയാം. നമ്മളെ ഇന്ത്യൻ സിനിമയിലെ മഹാനായ ഒരു നടനാണ് അമിതാഭ് ബച്ചൻ. അമിതാഭ് ബച്ചനെ ഇന്ത്യൻ സിനിമയിലേക്ക് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് അമിതാഭ് ബച്ചൻക്ക് ഇന്ത്യൻ സിനിമയിൽ ഒരു വേഷം കൊടുത്തത് ഈ കെ.എ. അബ്ബാസ് എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ സിനിമയിലാണ്. അപ്പൊ അതൊക്കെ ഒരു ചരിത്ര സംഭവം തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു തികഞ്ഞ ഒരു സോഷ്യലിസ്റ്റ് വാദിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ കഥയിലും അതുപോലെ തന്നെ സിനിമയിലൊക്കെ സാധാരണക്കാരനായ ജനങ്ങളുടെ പ്രമേയങ്ങളും പിന്നെ ഗ്രാമങ്ങളിലെ പ്രമേയങ്ങളൊക്കെയാണ് മുഖ്യമായ വിഷയമായിട്ടൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 1914 ബീഹാർ എന്ന സംസ്ഥാനത്തിലെ പാപ്പനാത്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ബീഹാറിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ പാഠഭാഗത്തേക്ക് കടക്കാം. പിന്നെ പാഠഭാഗം കുറച്ച് ഫാസ്റ്റായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഒരു വലിയൊരു പാഠഭാഗമാണ്. 7 സെക്ഷനിലാണ് ഈ പാഠഭാഗം ഉള്ളത്. അപ്പോൾ ഓരോ സെക്ഷനിൽ പോകണം. ഇതിന് മേലൊക്കെ ഈ വിടുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്നറിയാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല. പിന്നെ ഈ ബോലി എന്ന് പറഞ്ഞ കെ.എ. അബ്ബാസിന്റെ ഈ ബോലി എന്ന് പറഞ്ഞ കഥയെക്കുറിച്ചിട്ടുള്ള ചെറിയൊരു ആവരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതൊന്നും നമുക്ക് അറിയിട്ട് പഠിക്കാനില്ല. നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കഥയിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ചുരുക്കി ഞാൻ പറയാം, ബോലി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിന്റെ കഥയാണ്. അപ്പോൾ ബോലി ഒരു കുടുംബത്തിലെ ഏറ്റവും ഇളയ പെൺകുട്ടിയാണ്. ബോലിക്ക് ലൈഫിൽ ഒരുപാട് നിർഭാഗ്യവശമായിട്ടുള്ള ഒരുപാട് ആക്സിഡന്റുകളും മറ്റൊക്കെ സംഭവിക്കും. അങ്ങനെ കൂടിയായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച ഒരു ചെറിയ ഒരു പെൺകുട്ടിന്റെ ഒരു കഥയാണ് ബോലി എന്ന് പറഞ്ഞ നമ്മളെ ഇംഗ്ലീഷ് ചാപ്റ്ററിലെ 4ാമത്തെ അധ്യായം. ഓക്കെ, നമ്മൾ ഇനി പാഠഭാഗത്തിലേക്ക് കടക്കുന്ന സെക്ഷൻ 1. ഹെർ നെയിം വാസ് സുലൈഖ. നമ്മൾ ബോലി എന്ന് പറഞ്ഞില്ല. ഈ ബോലി എന്ന് പറഞ്ഞ ആളെ യഥാർത്ഥ പേര് സുലൈഖ എന്നാണ്. ബട്ട് സിൻ ഹെർ ചൈൽഡ്ഹുഡ് എവരി വൺ ഹാഡ് ബീൻ കാളിംഗ് ഹെർ ബോലി ദ സിംപിൾട്ടൺ. അത് കുട്ടിക്കാലം മുതലേ അവളെ ആരും സുലൈഖ എന്നൊന്നും വിളിക്കൂല. എല്ലാവരും
ബോലി ബോലി എന്ന് തന്നെ വിളിക്കാം. പക്ഷെ ബോലി എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദി വാക്കാണ്. അതിൻ്റെ അർത്ഥം സിമ്പിൾട്ടൻ, അതായത് നിഷ്കളങ്കയായ ഒരു വിഡ്ഢിപ്പെണ്ണ് എന്നൊക്കെയാണ് ഈ ബോലി എന്ന ഈ പദത്തിന്റെ ഹിന്ദിയിലുള്ള അർത്ഥം വരുന്നത്. ഷീ വാസ് ദ ഫോർത്ത് ഡോക്ടർ ഓഫ് നമ്പർദാർ രാംലാൽ. ഓരോരോ പേര്, നമ്പർദാർ രാംലാൽ, നല്ലടെ കേൾക്കണം ഇങ്ങനത്തെ പേരൊക്കെ. അപ്പൊ ഈ നമ്പർദാർ രാംലാൽ എന്ന് പറഞ്ഞ ഇയാളെ 4ാമത്തെ മകളാണ് ഈ ബോലി എന്ന് പറഞ്ഞ സുലൈഖ എന്ന് പറഞ്ഞ പെണ്ണ്. ബോലി എന്ന് പറഞ്ഞ എല്ലാവരും വിളിക്കല്. അവള് ഈ നമ്പർദാൽ എന്ന് പറഞ്ഞ ആളുടെ 4ാമത്തെ മകളാണ്. When she was 10 months old, ഈ ബോലി എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിക്ക് 10 മാസം മാത്രം പ്രായമുള്ള സമയത്ത് she had fallen off the cot and her head and perhaps it had damaged some part of her brain. അതായത് ഈ പെൺകുട്ടിക്ക് 10 മാസം പ്രായമുള്ള സമയത്ത് നമ്മൾ ഈ ബെഡൊക്കെ കട്ടിലില്ലേ, കട്ടിൽ വന്ന് തലയും കുത്തി താഴത്ത് കരറ്റ വീകല്. എപ്പോഴാണ്? 1 വയസ്സ് പോലും ആയിട്ടില്ല, 10 മാസം പ്രായമുള്ള സമയത്ത്, മുല കുടിക്കുന്ന പ്രായത്തിൽ കട്ടിൽ നിന്ന് താഴത്തോട്ട് തല കുത്തി വീണ്. ഒരു പക്ഷേ ആ സമയത്ത് തലച്ചോറിന്റെ ചില ഭാഗങ്ങൾക്ക് ഡാമേജുകൾ സംഭവിച്ചിട്ടുണ്ടാവാം. ദാറ്റ് വാസ് വൈ ഷീ റിമെയിൻഡ് എ ബാക്ക്വേർഡ് ചൈൽഡ് ആൻഡ് came to be known as ബോലി ഈസ് സിമ്പിൾട്ടൺ. അതാവാം പിന്നെ ഷീ റിമെയിൻഡ് ബാക്ക്വേർഡ് ചൈൽഡ്, അതായത് ഒരു പിന്നോക്ക കുട്ടിയായിട്ട് അവള് മാറാൻ ഒരു പക്ഷെ പ്രധാന കാരണം അതായിരിക്കാം. came to known, അങ്ങനെ അവൾ അറിയപ്പെട്ടു ആസ് ബോലി എന്നാണ് പിന്നീട് അവൾ അറിയപ്പെട്ടത്. ബോലിയുടെ അർത്ഥം പറഞ്ഞല്ലോ, ഒരു നിഷ്കളങ്കയായ ഒരു മണ്ടിപ്പെണ്ണ്. വേറെ പ്രേം നസീറൊക്കെ ഉണ്ട്, പഴയ സിൽമിയിലെ ശീലനെ മണ്ടിപ്പെണ്ണെ എന്നൊക്കെ പറഞ്ഞൊരു നിഷ്കളങ്കമായി കൊഞ്ചു കൊയിനൊക്കെ ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഈ ബോലി എന്ന് പറഞ്ഞ ഹിന്ദി വാക്കിന്റെ അർത്ഥം ദ സിമ്പിൾ ടെൻ, ലളിതമായ ഒരു പെൺകുട്ടി, ഒരു വെട്ടിക്കുട്ടി എന്നാണ് പറയുന്നത്. ഞാൻ അടുത്ത പാഠഭാഗത്തിലേക്ക് കടക്കാം. അറ്റ് ബർത്ത്, അതായത് ജനിച്ച സമയത്ത് ദ ചൈൽഡ് വാസ് വെരി ഫെയർ ആൻഡ് പ്രെറ്റി. ജനിച്ച സമയത്ത് ഈ കുട്ടി നല്ല വെളുത്തതും സൗന്ദര്യമുള്ളതുമായിരുന്നു. ബട്ട് വെൻ ഷി വാസ് 2 years old, എന്നാൽ 2 വയസ്സ് പ്രായമുള്ള സമയത്ത് ഷി ഹാഡ് അറ്റാക്ക് ഓഫ് സ്മാൾ ഫോക്സ്, വസൂരി അവൾക്ക് പിടിക്കപ്പെട്ടു. ഓൺലി ദ ഐസ് വെർ സേവഡ്, കണ്ണുഒഴികെ ബാക്കി ശരീരമാകലം കഠിനമായ വസൂരി പിടിക്കപ്പെട്ടു. ബട്ട് എന്നാൽ ദ എൻ്റയർ ബോഡി വാസ് പെർമനന്റ്ലി ഡിസ്ഫിഗർഡ് ബൈ ദി ബ്ലാക്ക് പോക്ക് മാർക്സ്. വസൂരിയൊക്കെ വന്നപ്പോഴേ കണ്ണൊഴികെ ബാക്കി മൊത്തത്തിലുള്ള ശരീരം മൊത്തം ഈ ബ്ലാക്ക് കറുത്ത പാടോട് കൂടി, കറുത്ത കുരൊക്കെ പൊട്ടിയിട്ട് ഉണ്ടാകുന്ന പാടോട് കൂടി ആകെ കണ്ട് മൂടി ആകെ അലങ്കോലപ്പെട്ട്, നല്ല വെളുത്ത സുന്ദരിയായ കുട്ടിയായിരുന്നു, അതൊക്കെ ഒരു കറുത്ത പാടോ കൂടി വന്നിട്ട് ആകെ അലങ്കോലപ്പെട്ട് 2 വയസ്സ് പ്രായമുള്ളപ്പോൾ ലിറ്റിൽ സുലൈഖ കുഡ് നോട്ട് സ്പീക്ക് ടിൽ ഷി വാസ് 5. അവള് 2ാമത്തെ വയസ്സിൽ അങ്ങനെ വസൂരിയൊക്കെ വന്നെങ്കിലും 5 വയസ്സ് വരെ അവൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല, സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു പക്ഷേ കട്ടുമെന്ന് താഴത്തേക്ക് വീണല്ലോ ആ 10 മാസം പ്രായമുള്ള സമയത്ത്, ആ സമയത്ത് വന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് വെൻ അറ്റ് ലാസ്റ്റ് ഷീ ലേർഡ് ടു സ്പീക്ക്, അവസാനം അവള് സംസാരിക്കാൻ പഠിച്ചപ്പോൾ അവള് വിൽക്കാൻ തുടങ്ങി. സംസാരിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് കാണപ്പെട്ടു. ദ അതർ ചിൽഡ്രൻ ഓഫ്റ്റൻ മേഡ് ഫൺ ഓഫ് ഹെർ ആൻഡ് മിമിക്കഡ് ഹെർ. ഇപ്പോൾ അവള് ഇങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ വിക്ക് വരുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്ക് വരുമ്പോൾ അവളെ കൂടെ മറ്റുള്ള കുട്ടികളെ അവളെ കളിയാക്കാൻ തുടങ്ങി. അവള് സംസാരിക്കുമ്പോൾ അത് ഏറ്റ് അതുപോലെ തന്നെ ബബ് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരും സംസാരിക്കാൻ തുടങ്ങി. ആസിയ റിസൾട്ട്, അതിന്റെ ഫലമായി ഷീ ടാൾക്കഡ് വെരി ലിറ്റിൽ. 5 വർഷത്തിന് ശേഷം സംസാരിക്കാൻ തുടങ്ങിയെങ്കിലും മറ്റു കുട്ടികളൊക്കെ കളിയാക്കാൻ തുടങ്ങിയപ്പോൾ അവൾ സംസാരിക്കലിനെ ഒഴിവാക്കി വല്ലപ്പോഴും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ എന്ന് സംസാരിച്ചിട്ട് വേറെ മാറി നിൽക്കും, മറ്റുള്ള കുട്ടികളിൽ നിന്നൊക്കെ അകന്ന് മാറി നിൽക്കുന്ന ഒരു കുട്ടിയായി മാറി. കഷ്ടം, പാവായി പോയതായാലും. രാംലാൽ ഹാഡ് 7 ചിൽഡ്രൻ. നമ്മൾ പറഞ്ഞല്ലോ രാംലാലിന് 7 കുട്ടികൾ ഉണ്ടായിരുന്നു. രാംലാലിന് 4 പെൺകുട്ടികൾ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. രാംലാലിന് 4 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ
രാംലാല് ഹാഡ് 7 ചിൽഡ്രൻ. പക്ഷേ രാംലാൽ ഏഴ് കുട്ടികളുണ്ട്. അതിൽ 4 പെൺകുട്ടികളാണ് ഉണ്ടായിരുന്നത്. 3 സൺസ് ആൻഡ് 4 ഡോക്ടേഴ്സ്. 3 ആൺകുട്ടികളും 4 പെൺകുട്ടികളും. ആ 4 പെൺകുട്ടികളിൽ ഏറ്റവും ഇളയവളാണ് നമ്മളെ ബോലി എന്ന് പറഞ്ഞ ആള്. ആൻഡ് ദ യങ്ങസ്റ്റ് ഓഫ് ദം വാസ് ബോലി. ഈ ആൺകുട്ടികളിൽ പെൺകുട്ടികളിൽ നിന്നൊക്കെ ഏറ്റവും ഇളയവളായിരുന്നു ആര്? ബോലി. ഇറ്റ് വാസ് എ പ്രോസ്പറസ് ഫാർമേഴ്സ് ഹൗസ് ഹോൾഡ് ആൻഡ് ദർ വാസ് എ പ്ലെന്റി ടു ഈറ്റ് ആൻഡ് ഡ്രിങ്ക്. നല്ല സമൃദ്ധിയേറിയ ഒരു കർഷകനായിരുന്നു അദ്ദേഹം. സ്വന്തമായിട്ട് ഭൂമിയൊക്കെ ഉള്ള ഒരുപാട് കർഷക തൊഴിലാളികളൊക്കെ ഉള്ള ഒരു കർഷകനായിരുന്നു അദ്ദേഹം. ചുരുക്കി പറഞ്ഞ ജന്മി. അദ്ദേഹത്തിന്റെ വീട്ടിൽ ധാരാളം തിന്നുവാനും കുടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഓൾ ദ ചിൽഡ്രൻ എക്സ്പെക്ട് ബോലി വെർ ഹെൽത്തി ആൻഡ് സ്ട്രോങ്. എല്ലാ കുട്ടികളും, ബോലി ഒഴികെ ബാക്കി എല്ലാ കുട്ടികളും ആരോഗ്യവാനും സ്ട്രോങ് ഉള്ള ആളുകളൊക്കെ ആയിരുന്നു. ദ സൺ ഹാഡ് ബീൻ സെൻഡ് ടു ദ സിറ്റി ടു സ്റ്റഡി ഇൻ സ്കൂൾ ആൻഡ് ലെറ്റർ ഇൻ കോളേജ്. ആൺകുട്ടികളൊക്കെ പട്ടണത്തിലേക്ക് പറഞ്ഞയച്ച് സ്കൂളിലൊക്കെ പഠിക്കാൻ വേണ്ടി പട്ടണത്തിലേക്ക് പറഞ്ഞയച്ച് പിന്നീട് കോളേജിലേക്കും പറഞ്ഞയച്ച്. ഓഫ് ദ ഡോക്ടേഴ്സ് എന്ന പെൺകുട്ടികളോ രാധ ദ എൽഡസ്റ്റ്. ഏറ്റവും മൂത്ത ആളാണ് പെൺകുട്ടികൾ രാധ എന്ന് പറഞ്ഞ ആള്. അവൾ ഹാഡ് ഓൾറെഡി ബീൻ മാരീഡ്. അവള് ഓൾറെഡി കല്യാണം കഴിഞ്ഞ പെണ്ണായിരുന്നു. സെക്കൻഡ് ഡോക്ടർ മംഗ്ല, അതായത് ഈ രാധന്റെ നേരെ താഴെയുള്ള ആള് മംഗ്ല മാരേജ് ഹാഡ് ആൾസോ ബീൻ സെറ്റിൽഡ്. രണ്ടാമത്തെ ആളെ കല്യാണം മംഗ്ല എന്നാണ് ആ രണ്ടാമത്തെ പെൺകുട്ടിയുടെ പേര്. അവളുടെ കല്യാണം ഏകദേശം ഫിക്സ് ചെയ്ത് വെച്ചിരുന്നു. വെൻ ദാറ്റ് വാസ് ഡൺ, അത് ഏകദേശം ഉറപ്പായിരുന്നു. രാംലാൽ വുഡ് തിങ്ക് ഓഫ് ദ തേർഡ്, ചാമ്പ. മൂന്നാമത്തെ ഒരു പെൺകുട്ടിയുണ്ട്, ചാമ്പ എന്ന് പറഞ്ഞ പെൺകുട്ടി. അവളുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് രാംലാൽ ചിന്തിക്കൽ തുടങ്ങിയിരുന്നു. ദേ വർ ഗുഡ് ലുക്കിംഗ് ഹെൽത്ത് ഗേൾ ആൻഡ് ഇറ്റ് വാസ് നോട്ട് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ബ്രൈഡ് ഗ്രൂം ഫ്രോം ദം. അതായത് ഈ ചാമ്പ എന്ന് പറഞ്ഞ പെൺകുട്ടി കാണാൻ നല്ല ഭംഗിയും നല്ല ആരോഗ്യവാഹിയായ ഇന്റലിജൻസ് ആയ സമർത്ഥയായ മകളാണ്. അവൾക്ക് വേണ്ടി ഒരു വരനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല. ബട്ട് രാംലാൽ വാസ് വറീഡ് അബൌട്ട് ബോലി. എന്നാൽ രാംലാല് ബോലിനെ കുറിച്ച് എപ്പോഴും ആശങ്കാജനകമായിരുന്നു. ഷി ഹാഡ് നെയ്തർ ഗുഡ് ലുക്സ് നോർ ഇന്റലിജന്റ്. അവള് ഒന്നിക്കലും കാണാനും വലിയ സൗന്ദര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, മറ്റേ ചിക്കൻ പോക്സ് വസൂരിയൊക്കെ വന്നിട്ട് നല്ല സുന്ദരിയായ പെൺകുട്ടി ആകെ അലങ്കോലപ്പെട്ട്. അവ കാണാനും വലിയ സൗന്ദര്യമില്ല, പിന്നെ അത്ര സമർത്ഥ്യമില്ല. ചെറുപ്പത്തിലെ കട്ടുമെന്ന് വീണ് തലച്ചോറിന് എന്തോ കാര്യമായിട്ട് പരിക്കും പറ്റി സംസാരിക്കാനൊന്നും പറ്റാതെ ആകെ ഇതായി നിൽക്കുകയാണ്. അപ്പൊ അവളെ ഓർത്ത് മാത്രമാണ് നമ്മളെ രാംലാൽ എന്ന് പറഞ്ഞ ബോലിയുടെ പിതാവിന് ടെൻഷൻ, അതായത് സങ്കടം ഉണ്ടായിരുന്നത്. ആ കാര്യം ഓർത്ത് മാത്രമാണ്. അപ്പൊ ഒന്നാമത്തെ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. അവിടുത്തെ കുടുംബ പശ്ചാത്തലമാണ് ഒന്നാമത്തെ ചാപ്റ്റർ അല്ല സെക്ഷനിൽ നമ്മൾ പറഞ്ഞത്. അപ്പോ അതിൽ ആ സെക്ഷനിൽ ഈ ഭാഗം എന്തുകൊണ്ട് നമ്മൾ വായിക്കുന്നില്ല എന്ന് വെച്ചാല്, ഇപ്പൊ നമ്മൾ മുകളിൽ പറഞ്ഞില്ലേ, അതിനെ ഷോർട്ട് ചെയ്തിട്ട് ഒരു സമ്മറിയാണ്, ആ സെക്ഷൻ 1 ഒരു സമ്മറിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കണ്ടില്ല നിങ്ങള്? ഈ സമ്മറിയാണ് ശരിക്കും വായിച്ച് തരേണ്ടത്. പക്ഷേ ഈ സമ്മറി വായിച്ചതുകൊണ്ട് കാര്യമില്ല. ഒന്നും കൂടി ബെറ്റർ നിങ്ങൾക്ക് ആ പാഠഭാഗം സെക്ഷൻ വൈസ് പഠിപ്പിച്ച് തരുന്നതായിരിക്കും. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഈ എക്സാമിൻ്റെ അടിയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ടെക്സ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് വായിക്കണം. വായിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ വാട്സപ്പിൽ വോയിസ് ഇട്ട് വെക്കുക. വോയിസ് ഇട്ട് വെച്ചാൽ ഉടനെ അതിന് നമ്മൾ മറുപടി തരുന്നതാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മൾ സെക്ഷൻ 2 കിടക്കാം. സെക്ഷൻ 2 നമ്മൾ അടുത്ത ചർച്ച ചെയ്യാൻ പോകുന്നത്. സെക്ഷൻ 2 എന്താ പറയണമെന്നറിയോ? ബോലി വാസ് 7 years old when മംഗ്ല വാസ് മാരീഡ്. മംഗ്ല എന്ന് പറഞ്ഞ ഈ രാംലാലിന്റെ രണ്ടാമത്തെ മകളെ കല്യാണം കഴിപ്പിച്ച് വിട്ട് എപ്പോ ഈ ബോലി എന്ന് പറഞ്ഞ ഈ ഏറ്റവും ഇളയ കുട്ടിക്ക് 7 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്ത്. ദ സെയിം ഇയർ എ പ്രൈമറി സ്കൂൾ ഫോർ ഗേൾസ് വാസ് ഓപ്പൺഡ് ഇൻ ദയർ വില്ലേജ്. അവരുടെ ഗ്രാമത്തില് പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് അതേ ഈ പെൺകുട്ടിക്ക് നമ്മളെ ബോലിക്ക് 7 വയസ്സ് പ്രായമുള്ള സമയത്ത് അവരുടെ ഗ്രാമത്തിൽ പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു സ്കൂള് ഓപ്പൺ ചെയ്തു. ദ തഹസീൽദാർ സാഹിബ് കെയിം ടു പെർഫോം ഇറ്റ് ഈസ് ഓപ്പണിംഗ് സെറമണി. ആ ഉദ്ഘാടന കർമ്മം തഹസീൽദാർ വന്ന് നിർവഹിച്ചു. തഹസീൽദാർ അറിയാലോ, ആ നാട്ടിലെ റവന്യൂ ഒക്കെ പിരിക്കണ റവന്യൂ ഓഫീസർ, അല്ലെങ്കിൽ ആ നാട്ടിലെ ഗ്രാമമുഖ്യനാണ് ഈ തഹസീൽദാർ എന്ന് പറഞ്ഞ ആള്. അദ്ദേഹം വന്നിട്ടാണ് ഈ സ്കൂള് ഓപ്പൺ ചെയ്യണത് അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യണത്. അങ്ങനെ ഈ സ്കൂൾ ഉദ്ഘാടനമൊക്കെ ചെയ്യണ പരിപാടി ആദ്യമായിട്ട് നമ്മുടെ ഗ്രാമത്തിൽ സ്കൂള്, ഗവൺമെൻറ് ഹോസ്പിറ്റല്, അല്ലെങ്കിൽ ക്ലബ്ബുകൾ, മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ, പൊതു കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഭയങ്കര സംഭവമായിരിക്കും. അപ്പോൾ ആ സമയത്ത് ആ നാട്ടിലെ
കാര്യപ്പെട്ട ആളുകളൊക്കെ വിളിക്കും. അപ്പോൾ നമ്മളെ രാംലാൽ എന്ന് പറഞ്ഞ ആള് ആ നാട്ടിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കുറച്ച് കർഷക തൊഴിലാളികളൊക്കെ ഉള്ള ഒരു ജന്മിയാണല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ രാംലാലിനെയും ആ ഉദ്ഘാടന പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം വിശിഷ്ട വ്യക്തിയായിട്ട് ആ പരിപാടിയിലുണ്ട്. പക്ഷേ ആ സമയത്ത് നമ്മൾ തഹസീൽദാർ പറയണം, ആസ് എ റവന്യൂ ഓഫീസർ യു ആർ ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ഗവൺമെന്റ് ഇൻ ദ വില്ലേജ് ആൻഡ് സോ യു മസ്റ്റ് സെൻഡ് ആൻ എക്സാമ്പിൾ ടു ദ വില്ലേജേഴ്സ്. യു മസ്റ്റ് സെൻഡ് യുവർ ഡോക്ടേഴ്സ് ടു സ്കൂൾ. ഞാനൊരു റവന്യൂ ഒഫീഷ്യൽ എന്ന നിലക്ക് പറയാണ്, നിങ്ങൾ രാംലാലിനോട് പറയാണ്, നിങ്ങൾ ഈ ഗ്രാമവാസികൾക്ക് ഒരു മാതൃക പുരുഷോത്തമനായിരിക്കണം, അവർക്കൊരു വഴികാട്ടിയായിരിക്കണം. അല്ല, അതുകൊണ്ട് തന്നെ നിങ്ങളെ പെൺകുട്ടികളെ ഈ സ്കൂളിലേക്ക് നിർബന്ധമായും പറഞ്ഞയക്കണം. ആ നാട്ടിൽ പെൺകുട്ടികളെ അങ്ങനെ സ്കൂളിലേക്കൊന്നും പറഞ്ഞയക്കലില്ല. അപ്പൊ ഇദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ട് എല്ലാ കുട്ടികളെയും ആ സ്കൂളിലേക്ക് എത്തിക്കാനുള്ള മാർഗം ചെയ്യണം. അതോടൊപ്പം തന്നെ അവർക്ക് ഒരു ഉത്തമ മാതൃകയായി സ്വന്തം മകളെ ഈ സ്കൂളിലേക്ക് പറഞ്ഞയക്കണം. നമ്മൾ തഹസീൽദാർ രാംലാലിനോട് അത് പറയാണ്. അങ്ങനെ ആ രാത്രി രാംലാൽ ആകെ വറീഡായിരുന്നു. അദ്ദേഹം ഈ തഹസീൽദാർ പറഞ്ഞ കാര്യം സ്വന്തം ഭാര്യനോട് പറയാണ്. ദാറ്റ് നൈറ്റ് വെൻ രാംലാൽ കൺസൾട്ടഡ് ഹിസ് വൈഫ്, ഷീ ക്രൈഡ്, ആർ യു ക്രേസി? ഇഫ് ഗേൾസ് ഗോ ടു സ്കൂൾ ഹു വിൽ മാരി ദം? അപ്പോൾ രാംലാൽ ഭാര്യനോട് പറയാണ്, ഇങ്ങനെ തഹസീൽദാർ പറഞ്ഞ കാര്യങ്ങളും ഇതൊക്കെ അവളുമായിട്ട് സംസാരിച്ച്. അപ്പോൾ കേട്ട ഉടനെ ഭാര്യ കരഞ്ഞുകൊണ്ട് പറയാണ്, ആർ യു ക്രേസി? നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഇഫ് ഗേൾസ് ഗോ ടു സ്കൂൾ, ഈ പെൺകുട്ടി സ്കൂൾക്ക് എങ്ങാനും പോവുകയാണെങ്കിൽ ഹു വിൽ മാരി ദം? ആരാണ് അവരെ കല്യാണം കഴിക്കുക? അപ്പോൾ ഈ പെൺകുട്ടികളെ സ്കൂൾക്കൊന്നും പറഞ്ഞേക്കാതെ വേഗം കല്യാണം കഴിപ്പിച്ച് വിടലായിരുന്നു ആ നാട്ടിലെ സിസ്റ്റം. അപ്പോൾ ആ സിസ്റ്റത്തിന് വിരുദ്ധമായിട്ട് ഈ കുട്ടീനെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. But Ramlal had not the encourage to disobey the തഹസീൽദാർ. തഹസീൽദാറിനെ അനുസരിക്കാതിരിക്കാനൊന്നും രാംലാലിന് സാധിക്കൂല. അറ്റ് ലാസ്റ്റ് ഹിസ് വൈഫ് സൈഡ്. അപ്പോൾ നമ്മളെ രാംലാല് വൈഫിന്റെ വർത്താനൊന്നും കേൾക്കണില്ല എന്ന് കണ്ടപ്പോൾ ലാസ്റ്റ് വൈഫ് സമ്മതത്തോട് കൂടിയിട്ട് ഒരു ഒയ്മട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു. ഐ വിൽ ടെൽ യു വാട്ട് ടു ഡു. ഞാൻ പറയാം എന്താ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ, സെൻഡ് ബോലി ടു സ്കൂൾ. ബോലി എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടി നിങ്ങൾ സ്കൂളിലേക്ക് പറഞ്ഞു വെച്ചാൽ ആസ് ഇറ്റ് ഈസ്. അതുപോലെ ദർ ഈസ് എ ലിറ്റിൽ ചാൻസ് ഫോർ ഹെർ ഗെറ്റിംഗ് മാരീഡ്. അവൾ കല്യാണം കഴിക്കാൻ ചെറിയൊരു ചാൻസ് ഉണ്ട്, ചെറിയ ചാൻസ് പോലും ഇല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളാണ് പറഞ്ഞു വെച്ചാൽ അതിനെ സ്കൂൾക്ക് വിത്ത് ഹെർ ഉഗ്ലി ഫേസ് ആൻഡ് ലാക്ക് ഓഫ് സെൻസ്. ആ ഒരു വൃത്തികെട്ട മുഖവും ഒരു എന്താ പറയുക ബുദ്ധി കുറവൊക്കെ ഉള്ള അവളെ അതോടൊപ്പം തന്നെ നിങ്ങൾ സ്കൂളിലേക്കായിട്ട് പറഞ്ഞയച്ചാൽ. ലെറ്റ് ദ ടീച്ചർ അറ്റ് സ്കൂൾ വറി അബൌട്ട് ഹെർ. അവളെ കുറിച്ച് നമ്മൾക്ക് ഒരുപാട് ടെൻഷൻ അടിക്കണ്ടല്ലോ, അതേമാതിരിക്ക് ടീച്ചർമാരും കുറച്ച് ആണ്ട് ടെൻഷൻ അടിക്കട്ടെ, ആണ്ട് സങ്കടപ്പെടട്ടെ. നിങ്ങളാണ്ട് പറഞ്ഞയച്ചോട്ട് സ്കൂൾക്ക് പറഞ്ഞാണ്ട് ഒരു ഒയ്മുറിയിൽ അവര് സമ്മതം അങ്ങോട്ട് പറഞ്ഞു. The next day, Ramlal catch Boli by the hand and said, പിറ്റേന്ന് രാവിലെ നമ്മളെ രാംലാല് ബോലിന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, കം വിത്ത് മീ, എന്റെ കൂടെ വാ, ഐ വിൽ ടേക്ക് യു ടു സ്കൂൾ. ഞാൻ സ്കൂളിലേക്ക് വിടാം, സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കാം. ബോലി വാസ് ഫ്രൈറ്റനഡ്. ബോലി ഭയങ്കരമായിട്ട് എന്താ പറയാ, ഫ്രൈറ്റനഡ്, അതായത് അത്ഭുതപ്പെട്ട്, ഭയപ്പെട്ട്. ഷീ ഡിഡ് നോട്ട് നോ വാട്ട് എ സ്കൂൾ വാസ് ലൈക്ക്. ഈ സ്കൂൾ എങ്ങനെ ഇരിക്കുന്നെന്ന് പോലും അവൾക്കറിയില്ല. ഷീ റിമെമ്പർ, അവളിങ്ങനെ ഓർമ്മിച്ചിരിക്കുകയാണ്. How a few days ago their old cow Lakshmi had been turned out of the house and sold. അതായത് അവളിങ്ങനെ ഓർമ്മയിലേക്ക് ഇങ്ങനെ കയറി വരികയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ അവളെ കൈ പിടിച്ച മാർക്ക് ഒരു പശുവിന്റെ കയറും പിടിച്ചുകൊണ്ട് തന്റെ പിതാവ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആ പശുവിന്റെ പേരാണ് ലക്ഷ്മി. പശുവിന് ഓരോ പേരൊക്കെ ഇടുമല്ലോ. അപ്പൊ ആ ലക്ഷ്മി എന്ന് പറഞ്ഞ പശുവിന്റെ കയറും പിടിച്ചുകൊണ്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങിപ്പോയ ആ ഒരു സന്ദർഭം ഇങ്ങനെ ഓർമ്മ വരികയാണ്. അത് ഇറങ്ങിപ്പോയിട്ട് ആ ചങ്ങായി ഇന്നത്തെ കാട്ടിയത് ആ പശുവിനെ ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് അതിന്റെ പൈസയുമായിട്ട് വീട്ടിലേക്ക് വന്ന്. അപ്പൊ അങ്ങനെ ഇവളെയും കൊണ്ടുപോയി വിൽക്കാനായിട്ടുള്ള പരിപാടിയാണോ വിചാരിച്ചുകൊണ്ട് ഇവളാകണ്ട് ഭയപ്പെടുകയാണ്. ചെറിയ കുട്ടിയല്ലേ, അങ്ങനെയൊക്കെ അല്ലേ മനസ്സിലേക്ക് വരുള്ളൂ. അങ്ങനെ
ഏതായാലും അവള് അതിനെ പ്രതികരിക്കാൻ നിൽക്കണം. അവൾക്ക് സംസാരിക്കാൻ അറിയില്ലല്ലോ, അവര് വിക്കൊക്കെ ഉള്ള ആളല്ല. അതുകൂടി പേടിച്ചുകൊണ്ട് അവൾ നോ 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ ഉറക്കനെ ഷൗട്ട് ചെയ്യാണ്. ഭയങ്കര എന്താ പറയുക, അലറി വിളിച്ചുകൊണ്ട് ഭയങ്കര ഉച്ചത്തിൽ തൻ്റെ പിതാവിനെ ഷൗട്ട് ചെയ്തുകൊണ്ട് പുള്ളഡ് ഹെർ ഹാൻഡ് അവേ ഫ്രം ഹെർ ഫാദർസ് ഗ്രിപ്പ്. അവളെ അച്ഛൻ്റെ ആ പിടുത്തത്തിൽ നിന്നും അവളെ കൈ പിറകോട്ട് വലിച്ചുകൊണ്ട് ഉറച്ചത്തിൽ അവൾ ശബ്ദം ഉണ്ടാക്കണം. നോ 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണെങ്കിലും ഉച്ചത്തിൽ അവള് ശബ്ദം ഉണ്ടാക്കിക്കാണ്ട് അവളെ കൈ പിറകോട്ട് വലിച്ച്. അതിൽ ആകെ അത്ഭുതപ്പെട്ടുകൊണ്ട് നമ്മളെ രാംലാൽ പറഞ്ഞു, വാട്ട് ഇസ് ദ മാറ്റർ വിത്ത് യു ടു ഫൂൾ, ഇതെന്താണ് ഈ കാട്ടുന്നത് വിട്ടി. ഷൗട്ടർ രാംലാൽ വളരെ ഉച്ചത്തിൽ അലറിയും കൊണ്ട് ഇതത്തജി കാട്ടുന്നത് പൊട്ടച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആര് കൈയൊക്കെ വിട്ട്. ഐ ആം ഓൺലി ടേക്കിംഗ് യു ടു സ്കൂൾ, ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുപോകണേ. ദെൻ ഹി ടോൾഡ് ഹിസ് വൈഫ്, പിന്നെ അവളെ ഭാര്യനെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞ്, ലെറ്റ് ഹെർ വിയർ സം ഡീസന്റ് ക്ലോത്ത് ടുഡേ, ഇന്നെങ്കിലും കുറച്ച് നല്ല വൃത്തിയുള്ള ഒരു ഡ്രസ്സ് അവൾക്ക് ധരിപ്പിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഹെൽസ് വാട്ട് വിൽ ദ ടീച്ചേഴ്സ് ആൻഡ് ദ അതർ സ്കൂൾ ഗേൾസ് തിങ്ക് ഓഫ് അസ് വെൻ ദേ സീ ഹെർ. അവളെ കാണുമ്പോൾ നമ്മളെ കുറിച്ച് ആ സ്കൂളിലെ ടീച്ചേഴ്സും കുട്ടികളും എന്ത് വിചാരിക്കും? അതുകൊണ്ട് കുറച്ച് നല്ല വൃത്തിയുള്ള ഒരു ഡ്രസ്സൊക്കെ അവൾക്ക് ഇട്ടുകൊടുക്ക്. ന്യൂ ക്ലോത്ത് ഹാഡ് നെവർ ബീൻ മെയ്ഡ് ഫോർ ബോലി. ഈ പുതിയ ഡ്രസ്സ് ഈ ബോലി എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിക്ക് വേണ്ടി ഒരിക്കൽ പോലും തയ്ക്കുകയോ അല്ലെങ്കിൽ പുതിയതായിട്ട് വാങ്ങിക്കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അന്ന് ആദ്യമായിട്ടാണ് ഒരു നീറ്റുള്ള ഒരു ഡ്രസ്സിനെ കുറിച്ചിട്ട് പറയുന്നത്. ദ ഓൾഡ് ഡ്രസ് ഫോർ ഹെർ സിസ്റ്റേഴ്സ് വെർ പാസ്ഡ് ഓൺ ടു ഹെർ. അതായത് അവളെ ജ്യേഷ്ഠത്തിമാരായ മൂന്ന് സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അവരുടെ കയ്യിലൂടെ ഇങ്ങനെ കൈമാറി വരുന്ന പഴയ ഡ്രസ്സുകൾ മാത്രമാണ് അവൾ ധരിച്ചിരുന്നത്. ഒരിക്കൽ പോലും പുതിയ ഡ്രസ്സൊന്നും ധരിച്ചിരുന്നില്ല. അല്ലെങ്കിൽ ഡീസൻ്റായ നീറ്റായ നല്ല വൃത്തിയുള്ള ഡ്രസ്സ് ജീവിതത്തിൽ ഒരിക്കൽ പോലും അവൾ ധരിച്ചിട്ടില്ല. നോ വൺ കെയർഡ് ടു മെൻ ഓർ വാഷ് ഹെയർ ക്ലോത്ത്. അവളെ ഡ്രസ്സ് ഉടുപ്പുകൾ അലക്കാനോ പിന്നെ അത് വൃത്തിയിൽ സൂക്ഷിക്കാനോ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. ബട്ട് ടുഡേ ഷി വാസ് ലക്കി ടു റിസീവ് എ ക്ലീൻ ഡ്രസ് വിച്ച് ഹാഡ് shrunk ആഫ്റ്റർ മെനി വാഷിംഗ് ആൻഡ് നോ ലോങ്ങർ ഫിറ്റഡ് ചാമ്പ. ഈ ചാമ്പ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏട്ടത്തിന് നേരെ മുകളിലുള്ള മൂന്നാമത്തെ ആള്, ഇവിടെ നാലാമത്തെ ആളാണ്. ഈ ചാമ്പന്റെ വലിപ്പമില്ലാത്ത പാകമാവാത്ത ഡ്രസ്സ് ഉണ്ടാവും, പഴയ ഡ്രസ്സ് ഒരുപാട് പ്രാവശ്യം വാഷൊക്കെ ചെയ്ത് അലക്കിയിട്ടൊക്കെ ചുരുങ്ങിപ്പോയ ആ ഡ്രസ്സ്, എന്നാലോ അതൊരു നീറ്റായ അതായത് ക്ലീനായ വൃത്തിയുള്ള ഒരു ഡ്രസ്സ് സ്വീകരിക്കാനുള്ള ഒരു ഭാഗ്യമെങ്കിലും ഇന്ന് അവൾക്ക് ഉണ്ടായി. ഷി വാസ് ഈവൻ ബാത്തഡ് ആൻഡ് ഓയിൽ വാസ് റബ്ബഡ് ഇൻ ഹെർ ഡ്രൈ ആൻഡ് മാറ്റഡ് ഹെയർ. അവൾ ഒരിക്കൽ പോലും അവളെ തലയിൽ എണ്ണൊന്നും തേച്ച് നല്ലപോലെ ഉരച്ച് കുളിച്ചിട്ടില്ല. ജീവിതത്തിൽ ഇന്നേ വരെ ആരും ആ കാര്യത്തിൽ ശ്രദ്ധിക്കലില്ല. ഒരു മനുഷ്യ കുഞ്ഞായി പോലും ആരും പരിഗണിക്കലില്ല എന്നൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. Only then did she begin to believe that she was being taken to a place better than her home. ഇന്ന് അവളെ നന്നാക്കി ഉരച്ച് കുളിപ്പിക്കുന്നുണ്ട്, തലയിൽ എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്, നല്ല നീറ്റായ ഡീസൻ്റായ ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോ അവള് വിശ്വസിക്കാൻ തുടങ്ങുകയാണ്. അതായത് ഈ സ്കൂൾ എന്ന് പറയുന്ന ഈ സ്ഥലം ഈ വീടിനെക്കാട്ടി ബെറ്ററായ ഒരു സ്ഥലമാണ് എന്ന് അവൾ വിശ്വസിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ അവൾ സ്കൂളിലേക്ക് പോകും. കാരണം വീട്ടിൽ വളരെ വൃത്തിയില്ലാത്ത ഒരു ഇതിലൊക്കെയുള്ള ജീവിക്കുന്നത്. അപ്പോൾ കുറച്ച് വൃത്തിയിലൊക്കെ പറഞ്ഞേക്കണോണ്ട് വീടിനെക്കാട്ടി ബെറ്ററായ സ്ഥലത്തിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു വിശ്വാസം അവളെ മനസ്സിലേക്ക് വരികയാണ്. അങ്ങനെ അവൾ സ്കൂളിലേക്ക് പോകാൻ തയ്യാറാകുക. അങ്ങനെ രണ്ടാമത്തെ സെക്ഷൻ ഇവിടെ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സെക്ഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മൂന്നാമത്തെ സെക്ഷന് എന്താണ്? When they reached the school, അവൾ സ്കൂളിലേക്ക് എത്തിയപ്പോൾ the children were already in their classroom. പെൺകുട്ടികളൊക്കെ ആ ഓൾറെഡി ഓരോരോ ക്ലാസ്സിലുണ്ടായിരുന്നു. രാംലാൽ ഹാൻഡഡ് ഓവർ ഹിസ് ഡോക്ടർ ടു ദ ഹെഡ് മിസ്റ്റേഴ്സ്. ആ സ്കൂളിൽ ഒരു ഹെഡ് മിസ്റ്റേഴ്സ് ഉണ്ടാവുമല്ലോ, ആ ഹെഡ് മിസ്റ്റേഴ്സിന് അവളെ കുഞ്ഞിനെ കൈമാറിക്കൊണ്ട് രാംലാൽ ഉണ്ട് പോയി. ലെഫ്റ്റ് അലോൺ, അവൾ ഒറ്റക്കായി. ദ പുവർ ഗേൾ ലുക്ക്ഡ് എബൌട്ട് ഹെർ വിത്ത് ഫിയർ ലാഡൻ ഐസ്. അതായത് ഭയാനകമായ കണ്ണുകളോടുകൂടെ ഈ പെൺകുട്ടി ഈ പാവപ്പെട്ട പെൺകുട്ടി ഈ ചുറ്റുപാടും ഇങ്ങനെ നോക്കുകയാണ്. ദർ വെർ സെവറൽ റൂം, അവിടെ നിരവധി റൂമുകളുണ്ട്. ആൻഡ് ഈച്ച് റൂംസ് ഗേൾസ് ലൈക്ക് ഹിയർ സ്കോട്ടഡ് ഓൺ മാറ്റ്സ് റീഡിംഗ് ഫോർ ബുക്സ് ഓർ റൈറ്റിംഗ് ഓൺ സ്ലേറ്റ്.
അതായത് ഓരോ ക്ലാസ് റൂമിലും ഈ കുട്ടികള് നിലത്ത് ഇരുന്നിട്ട് പുസ്തകങ്ങൾ വായിക്കുന്നു. മാറ്റ് എന്ന് പറഞ്ഞാൽ പായലൊക്കെ ഇരുന്നിട്ട് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, സ്ലേറ്റിൽ എഴുതുന്നുണ്ട്. ദ ഹെഡ് മിസ്റ്റർ ആസ്കഡ് ദ ഹെഡ് മിസ്ട്രസ്, അതായത് ആ പ്രിൻസിപ്പൽ ആസ്കഡ് എന്ന് പറഞ്ഞ ചോദിച്ചാൽ പറഞ്ഞു, ബോലി ടു സിറ്റ് ഡൗൺ ഇൻ എ കോർണർ ഇൻ വൺ ഓഫ് ദ ക്ലാസ് റൂം. ഒരു ക്ലാസ് റൂമിന്റെ ഒരു മൂലക്ക് പോയി ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെഡ് മിസ്റ്റർ പറഞ്ഞു. Boli did not know what exactly a school was like and what happened there, but she was glad to find so many girls almost of her own age present there. She hoped that one of the girls might become her friend. ബോലിക്ക് യഥാർത്ഥത്തിൽ ഈ സ്കൂൾ എന്താണെന്നൊന്നും അറിയില്ല, ഈ സ്കൂളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയില്ല. എന്നാൽ അവളുടെ കണ്ണുകളിൽ ഒരു തിളക്കം ഉണ്ടായിരുന്നു. അതായത് ഏകദേശം അവൾ അതേ പ്രായത്തിലുള്ള ഒരുപാട് കുട്ടികൾ ആ സ്കൂളുകളിൽ ഉണ്ട് എന്നുള്ളത് അവരുടെ കണ്ണുകളിലുള്ള ഒരു സന്തോഷത്തിന്റെ ഒരു പൂത്തിരി എത്തി. അവൾ പ്രതീക്ഷിച്ചു ആ കുട്ടികളിൽ ഒരാൾ എന്തായാലും അവളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായി മാറുമെന്ന് അവൾ വിശ്വസിച്ചു. The lady teacher who was in the class was saying something to the girl, but Boli could understand nothing. അതായത് ആ ക്ലാസ്സില് ടീച്ചർ വന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ ബോലിക്ക് അതൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. She looked at the picture on the wall. ചുമരുകളിലുള്ള പിക്ചറിലേക്ക് അവൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. The color fascinated her. അവൾക്ക് ആ പിക്ചറിലുള്ള കളറുകളൊക്കെ നല്ല നല്ല കളറുകളുള്ള പിക്ചറാണ്. ആ പിക്ചറുകളൊക്കെ അവളെ വല്ലാതെ ആകർഷിച്ചു. The horse was brown, just like the horse on which the തഹസീൽദാർ had come to visit their village. അവരുടെ വില്ലേജ് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് തഹസീൽദാർ വന്നപ്പോൾ ഒരു കുതിരപ്പുറത്താണ് വന്നത്. അതുപോലത്തെ ഒരു ബ്രൗൺ നിറത്തിലുള്ള ഒരു കുതിരയുടെ ഫോട്ടോ ആ ചുമരുമേലുണ്ട്. The goat was black like the goat of their neighbor. അവർ അയൽവാസികളിലുള്ള ആടിനെ പോലെ തോന്നിക്കുന്ന ഒരു കറുത്ത ആടിന്റെ ഫോട്ടോയും ആ ചുമരുകളിലുണ്ട്. ഇത് parrot was green like the parrot she had seen in the mango orchard. അത് മാങ്കോ തോട്ടത്തില് മുമ്പ് അവൾ ഒരു തത്തയെ കണ്ടിരുന്നു. പോയിട്ട് മാങ്ങൊക്കെ കൊത്തി തിന്നാൻ വന്ന തത്തയെ കണ്ടിരുന്നു. അതുപോലത്തെ പച്ച കളറുകളുള്ള തത്തയുടെ ഫോട്ടോവും ആ ചുമരിലെ ആ ക്ലാസ് റൂമിലെ ചുമരുകളിൽ ഉണ്ടായിരുന്നു. And the cow was just like their ലക്ഷ്മി. അവരുടെ ലക്ഷ്മിയെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു പശുവിന്റെ ഫോട്ടോവും ആ ചുമരുകളിൽ ഉണ്ടായിരുന്നു. And suddenly Boli noticed that the teacher was standing by her side, smiling at her. പെട്ടെന്ന് അവളിങ്ങനെ ശ്രദ്ധിച്ച് ടീച്ചർ അവളെ എടുത്തു വന്നിങ്ങനെ നിൽക്കുന്നത്. എന്നിട്ട് അവളെ നോക്കി നല്ല ചെറു പുഞ്ചിരി സമ്മാനിക്കുന്നതായിട്ട് അവൾ ശ്രദ്ധിച്ചു. ഇതാ ടീച്ചറെ ഫോട്ടോ ഒക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് ബോലി. ആ കുതിരന്റെ ഫോട്ടോ അതാ ചുമരിലുള്ള പശു ലക്ഷ്മി എന്ന് പറഞ്ഞ പശുവിന്റെ ഫോട്ടോ ഒക്കെ അവിടെ ചുമരിലുണ്ട്. ടീച്ചർ എന്തൊക്കെ ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്. മറ്റുള്ള കുട്ടികളൊക്കെ ഇതാ ഫോട്ടോത്തിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോ ടീച്ചർ വന്നിട്ട് ലക്ഷ്മിയോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് യുവർ നെയിം ലിറ്റിൽ വൺ? മോളെ, കുഞ്ഞു മോളെ, എന്താണ് നിന്റെ പേര്? ഇവിടെ ഒരു പേരൊക്കെ ഒരാളോട് ചോദിക്കുമ്പോൾ ഏറ്റവും ബെറ്റർ യുവർ ഗുഡ് നെയിം പ്ലീസ് ചോദിക്കുക. അല്ലെങ്കിൽ കുറച്ച് മുതിർന്ന ആളുകളോട് റെസ്പെക്ട് ചെയ്യേണ്ട ആളുകളോടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്യാൻ ഐ നൗ
യുവർ ഗുഡ് നെയിം പ്ലീസ് എന്നൊക്കെ ചോദിക്കാം. ഇത് പഴയകാല ഇംഗ്ലീഷാണ്, പണ്ടത്തെ സാഹിത്യമാണ്. അപ്പോൾ ആ സാഹിത്യത്തിൽ വന്നതുകൊണ്ട് ആ പഴയ ഇംഗ്ലീഷ്. ഇപ്പോൾ ഞാൻ മലപ്പുറം ജില്ലയിൽ ജീവിക്കുന്ന ആളാണ്. ഞങ്ങൾ മലപ്പുറം ജില്ലയിലൊക്കെ ഒരു 10-30-40 വർഷം മുമ്പോട്ടുള്ള മലയാളം വളരെ ഡിഫിക്കൽട്ടാണ്. അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിട്ടുള്ള ഒരു മലയാളം ലാംഗ്വേജ് ആണ് ഇപ്പം നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പാലക്കാട് വേറെ, തിരുവനന്തപുരം എല്ലാവരും കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനത്തെ മാറ്റം കാലാകാലങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ട് ഇംഗ്ലീഷിലും വന്നിട്ടുണ്ട്. അതിൽ ഒരു മാറ്റമാണ്. പണ്ട് എന്താണ് പേര് എന്ന് ചോദിക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന വേർഡാണ് വാട്ട് ഈസ് യുവർ നെയിം. കറക്റ്റ് വേർഡാണ്. പക്ഷെ ഇന്ന് അത് മാറിയിട്ട് യുവർ ഗുഡ് നെയിം പ്ലീസ്, നിങ്ങളെ നല്ല പേരെന്താണ് എന്താണ് ചോദിക്കുന്നത്. അതിന് കൂടുതൽ പ്ലീസ് ദയവ് ചെയ്ത് എനിക്കൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെയുള്ള ആ ഒരു സംസ്കാരത്തോട് കൂടിയിട്ടുള്ള ആ ചോദ്യം. അപ്പോൾ ഇവിടെ അത് ഇനി നമ്മൾ ഗ്രാമറൊക്കെ വരുമ്പോൾ ഗ്രാമറിന്റെ ക്ലാസ്സൊക്കെ ഉണ്ടാവും, ഓൺലൈനിൽ ലൈവ് ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ആ ലൈവ് ക്ലാസ്സിലൊക്കെ നമ്മളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നതാണ്. ഇപ്പോൾ തൽക്കാലം ഇത്ര അറിഞ്ഞിരിക്കുക. വാട്ട് ഈസ് യുവർ നെയിം എന്നുള്ളത് പഴഞ്ചൻ ഒരു ഫോർമുലയാണ്. അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുണ്ട് ഇപ്പോഴത്തെ ഇംഗ്ലീഷ് എന്നുള്ളതാണ്. ഇവിടെ ടീച്ചർ കുട്ടീനോട് ചോദിച്ചാണ് വാട്ട് ഈസ് യുവർ നെയിം ലിറ്റിൽ വൺ, മോളെ കുഞ്ഞു മോളെ നിന്റെ പേരെന്താണ്. അപ്പോൾ പിന്നെ ആ മൂലൊക്കെ, ആ ക്ലാസ് റൂമിലെ മൂലൊക്കെ ഈ ഫോട്ടോ ഒക്കെ കണ്ട് ആസ്വദിച്ച് നിന്നിരുന്ന ആള് പെട്ടെന്ന് പറഞ്ഞ്, അവൾ ഓൾറെഡി വിക്കുള്ള ആളാണ്. പക്ഷെ അവൾ ബൊ 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 എന്ന് പറഞ്ഞു കണ്ട് പിന്നെ അവൾക്ക് പറയാൻ കഴിയാതെ അവളവിടെ നിർത്തണം. അതാണ് ആ ബൊ 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 എന്ന് പറഞ്ഞ് ഷീ കുഡ് സ്റ്റാമർ നോ ഫർദർ ദാൻ ദാറ്റ്. പിന്നെ കൂടുതലൊന്നും പറയാൻ അവൾക്ക് സാധിച്ചില്ല, അവൾ അവിടെ നിർത്തി. Then began to cry. അതിന്റെ ശേഷം ഈ കുഞ്ഞു മോള് കരയാൻ തുടങ്ങി. ടീയർസ് ഫോളോഡ് ഫ്രം ഹിയർ ഹൈസ് ഇൻ ഹെൽപ്ലെസ് ഫ്ലഡ്. ഈ വെള്ളപ്പൊക്കത്തിലൊക്കെ ഉണ്ടാകുന്ന മഴവെള്ളപ്പാച്ചിൽ മാതിരി അവളെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീര് ഒഴുകാൻ തുടങ്ങി. കാരണം അവൾ ചെറുപ്പം മുതലേ അവൾ ഈ സംസാരം കേട്ട് പലവരും കളിയാക്കി ഇതാക്കിയിട്ടൊക്കെ ബുദ്ധിമുട്ടായിട്ടൊക്കെ ആ ഒരു സിറ്റുവേഷനിൽ വളർന്നു വന്ന ആളല്ലേ. ഇപ്പൊ പുതിയ ക്ലാസ്, പുതിയ ടീച്ചർ, പുതിയ സുഹൃത്തുക്കൾ, അവരടിയിലും താൻ വസളായി പോയല്ലോ, എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട് വളരെ ബുദ്ധിമുട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷീ കെപ്റ്റ് ഹെർ ഹെഡ് ഡൗൺ ആസ് ഷീ സാറ്റ് ഇൻ ഹെർ കോർണർ. അവളെ തല തായോട്ട് താത്തി ആ ക്ലാസിന്റെ ആ കോർണറിൽ അവൾ മിണ്ടാതിരുന്ന്. നോട്ട് ഡെയറിങ് took up at the girls who she know were still laughing at her. മറ്റുള്ള കുട്ടികളൊന്നും അവൾ നോക്കിയില്ല, അവരൊക്കെ നമ്മളെ തുറച്ച് നോക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ അവൾക്കറിയാം മറ്റുള്ളവർ ഇപ്പോഴും തന്നെ കളിയാക്കി ഊറി ചിരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് വിചാരിച്ച് അവൾ തലയും താത്തി ആരും ഫേസ് ചെയ്യാതെ ഇരുന്ന് കരഞ്ഞുകൊണ്ടേയിരുന്നു. അതാണ് സെക്ഷൻ 3 പറയുന്നത്. ആ ക്ലാസ് റൂമിലെ ആ സിറ്റുവേഷനൊക്കെയാണ് പറയുന്നത്. ഇനി നമ്മൾ നേരെ സെക്ഷൻ 4 പോവാം. When the school bell rang, അതായത് സ്കൂൾ ബെല്ലടിച്ചപ്പോൾ all the girls could out of the classroom. എല്ലാ കുട്ടികളും ക്ലാസ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഒരൊറ്റ ഓട്ടം. ബട്ട് ബോലി dared not leave her corner. പക്ഷെ ബോലി എന്ന് പറഞ്ഞു നമ്മൾ ആ പെൺകുട്ടി ഉണ്ടല്ലോ, അവൾ ആ ക്ലാസ്സിൽ ആ മൂലക്ക് നിന്ന് അനങ്ങിയില്ല. ഹെർ ഹെഡ് സ്റ്റിൽ ലോവറഡ് ഷീ കെപ്റ്റ് ഓൺ സോബിങ്. അവൾ ആ തലയും താത്തിയിട്ട് ആ മൂലക്കെ തന്നെ അവിടെ ഇരുന്ന് ആ ഇരുത്തം തന്നെ. പെട്ടെന്ന് പിറകുന്ന് വന്നു കണ്ട് ബോലി എന്ന് പറഞ്ഞു വിളിച്ച്. അതാരെ വിളിച്ചിരുന്നത്? നമ്മളെ ടീച്ചറായിരുന്നു. ടീച്ചർ വല്ല അവളുടെ സമീപത്ത് വന്നു കണ്ട് ബോലിന്ന് വിളിച്ച്. ദ ടീച്ചേഴ്സ് വോയിസ് വാസ് സോഫ്റ്റ് ആൻഡ് സൂത്തിങ്. ഈ ടീച്ചർ ബോലി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ആ ടീച്ചറെ വോയിസ് വളരെ സോഫ്റ്റ് ആയിരുന്നു, വളരെ മൃദുവായ, വളരെ ലാളിത്യം നിറഞ്ഞ, വളരെ വാത്സല്യം നിറഞ്ഞ ഒരു വോയിസിലാണ് ടീച്ചർ വിളിച്ചത്. ഇൻ ഓൾ ഹെർ ലൈഫ് ഷി ഹാഡ് നെവർ ബീൻ കാൾഡ് ലൈക്ക് ദാറ്റ്. അവളെ മൊത്തത്തിൽ ജീവിതം, ഈ 7 വയസ്സ് വരെ ജീവിച്ച ജീവിതത്തിൽ ഒരാൾ പോലും അവളെ അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ് ടച്ച്ഡ് ഹെർ ഹേർട്ട്. അത് അവളെ ഹൃദയത്തിലാണ് സ്പർശിച്ചത്. കാതുകൊണ്ടല്ല അവൾ ആ വോയിസ് കേട്ടത്, അവളെ ഹൃദയത്തിലാണ് ആ വോയിസ് പോയി കൊണ്ടത്. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വാത്സല്യത്തോട് കൂടിയിട്ട് ഒരാൾ വിളിക്കുന്നത് ബോലി എന്നുള്ളത്. സാധാരണഗതിയിലെ കുടുംബത്തിലായാലും അയൽവാസിയിലൊക്കെ ആയാലും അവളെ കാടിനോട് തന്നെ ഷൗട്ട് ചെയ്ത് ആട്ടി പായിപ്പിച്ചിട്ടുണ്ട്. പോടുന്നു അങ്ങോട്ട് ഇങ്ങോട്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും വിളിക്കണമെങ്കിൽ ബോലി ബോലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഷൗട്ട് ചെയ്തിട്ടൊക്കെ എനിക്കത് വിളിക്കല്. പക്ഷെ നമ്മളെ ടീച്ചർ ആ ബോലിനോട് പേരെന്താന്ന് ചോദിച്ചപ്പോൾ അത് ബൊ 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 എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തി. പേരൊന്നും പറയാൻ കഴിഞ്ഞില്ല, അങ്ങനെ ഇന്ന് കരയുന്നു. കുട്ടികളൊക്കെ പോയപ്പോൾ ഈ ടീച്ചർ അവളെടുത്ത് വന്നിട്ട് വളരെ സോഫ്റ്റായിട്ട്, വളരെ വാത്സല്യത്തോടെ, ലാളിത്യത്തോടെ ബോലി എന്ന് വിളിച്ച് അത് അവളെ വല്ലാതെ ഫീൽ ചെയ്ത്. എന്നിട്ട് ടീച്ചർ തന്നെ പറയാണ് പിന്നെയും, ഗെറ്റപ്പ്
സൈഡ് ദ ടീച്ചർ. അതായത് എണീക്കാൻ വേണ്ടി പറഞ്ഞ ടീച്ചർ. ഇറ്റ് വാസ് നോട്ട് എ കമാൻഡ്. ടീച്ചർ ഒരു ആജ്ഞ പുറപ്പെടുവിക്കുകയല്ല ചെയ്തത്, ആജ്ഞയോടല്ല ടീച്ചർ പറഞ്ഞത്. ബട്ട് ജസ്റ്റ് എ ഫ്രണ്ട്ലി സജസ്റ്റൻ. എന്നാൽ അത് സൗഹൃദപരമായ ഒരു നിർദ്ദേശം മാത്രമായിരുന്നു. എണീക്കു മോളെ, എണീക്കൂ എന്ന് പറഞ്ഞവർക്ക്. ഗെറ്റപ്പ് എന്ന് പറഞ്ഞത് ഒരു കമാൻഡായിട്ട്, ഒരു ആജ്ഞയായിട്ടല്ല അവിടെ പറഞ്ഞത്. ബോലി അത് കേട്ട ഉടനെ നല്ല സ്നേഹത്തോട് കൂടിയിട്ട് എണീറ്റ് നിന്നു. ബോലി ഗോട്ട് അപ്പ്. ബോലി എണീറ്റ് നിന്നു. എന്നിട്ട് ടീച്ചർ വീണ്ടും പറയണേ, നൗ ടെൽ മീ യുവർ നെയിം. നൗ ടെൽ മീ യുവർ നെയിം. ഇപ്പോ എന്നോട് നീ നിന്റെ പേര് പറയും. നിനക്ക് പറയാൻ കഴിയും. നീ പറയുന്നത് ഞാൻ മാത്രമേ കേൾക്കാനുള്ളൂ. ഈ ക്ലാസ് റൂമിൽ ഒരേറ്റ പൂച്ച കുഞ്ഞു പോലില്ല. അതുകൊണ്ട് പേര് നീ ധൈര്യത്തിൽ പറഞ്ഞോ എന്ന് വളരെ വാത്സല്യത്തോടും ലാളിത്യത്തോടും കൂടിയിട്ട് ഈ ടീച്ചർ പറഞ്ഞു. പക്ഷേ ആ സമയത്ത് നമ്മളെ ബോലിക്കുണ്ടായ അനുഭവം എന്താണ്? സ്വീറ്റ് ബ്രോക്ക് ഔട്ട് ഓവർ ഹെർ ഹോൾ ബോഡി. മൊത്തം ശരീരം വെട്ടി വയർക്കാൻ തുടങ്ങി. വുഡ് ഹെർ സ്റ്റാമറിംഗ് ടങ് അഗൈൻ ഡിസഗ്രി ഹെർ. അവള് ഭയപ്പെട്ട് അവളെ നാവ് ഇഞ്ഞും സ്റ്റക്കായിട്ട് അവിടെ നിൽക്കുക, പറയാൻ കഴിയാതെ പോവുക. ഫോർ ദ സേക്ക് ഓഫ് ദിസ് കൈൻഡ് വുമൻ. ഇത്ര നന്മ നിറഞ്ഞ ഈ സ്ത്രീക്ക് വേണ്ടി, ഹവർ എന്നിരുന്നാലും, ഷീ ഡിസൈഡഡ് ടു മേക്ക് ആൻ എഫേർട്ട്. അവള് ഒരു പരിശ്രമത്തിന് തയ്യാറായി. ഷീ ഹാഡ് സച്ച് ആസ് സൂത്തിങ് വോയിസ്. അവൾക്ക്, ആ ടീച്ചർക്ക് ലാളിത്യത്തിലുള്ള, വാത്സല്യത്തിലുള്ള, സ്മൂത്ത് ആയിട്ടുള്ള ഒരു വോയിസ് ഉണ്ടായിരുന്നു. ഷീ വുഡ് നോട്ട് ലാഫ് അറ്റ് ഹെർ. അവളെ കളിയാക്കാൻ കഴിയുകയില്ല. ആ ടീച്ചർക്ക് ബോലിയെ കളിയാക്കാൻ കഴിയുകയില്ല എന്നവൾ വിശ്വസിച്ചു. അങ്ങനെ അവളെ പേര് പറയാൻ തുടങ്ങി. നിറഞ്ഞാണ്ട് പേര് പറയാൻ തുടങ്ങി. ഷീ ബിഗാൻ ടു സ്റ്റാമർ. എന്നിട്ടും അവള് വിൽക്കാൻ തുടങ്ങി. പക്ഷെ ടീച്ചർ വിട്ടില്ല. ടീച്ചർ എന്ത് പണിയത്? വെൽഡൻ വെൽഡൻ. അവളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. വെൽഡൻ വെൽഡൻ, നന്നായി നന്നായി. ദ ടീച്ചർ എൻകറേജ്ഡ് ഹെർ. അവളെ പ്രോത്സാഹിപ്പിച്ചു. കം ഓൺ നൗ ദ ഫുൾ നെയിം. ഫുള്ളായിട്ട് പേര് പറയും, കടന്നു വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവളങ്ങനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അവൾക്ക് ഭയങ്കര ഒരു പ്രേരണയായി. ബോലി എന്ന് അവളെ തൊള്ളിയിൽ നിന്ന് ഫുള്ള് പേര് ഇങ്ങോട്ട് വന്നേ. അറ്റ് ലാസ്റ്റ് ഷീ വാസ് ഏബിൾ ടു സേ ഇറ്റ് ആൻഡ് ഫെൽറ്റ് റിവീൽഡ് ആസ് ഇഫ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. ലാസ്റ്റ് അവൾക്ക് അത് പറയാൻ സാധിച്ചു. അവളെ തന്നെ ആലോചിച്ച് അവൾക്ക് ഭയങ്കര ഒരു അഭിമാനം തോന്നി. ഇറ്റ് വാസ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. ഇത് വിജയകരമായി പൂർത്തിയാക്കാൻ അവൾക്ക് കഴിഞ്ഞു. അവിടെ വെൽ ഡൺ. ദ ടീച്ചർ ബാറ്റിലഡ് ഹെർ അഫേഷനലി ആൻഡ് സൈഡ്. കയ്യൊട്ടിക്കൊണ്ട് ടീച്ചർ പറഞ്ഞു, നന്നായി, ഗുഡ്, സൂപ്പർ. പുട്ട് ദ ഫിയർ ഔട്ട് ഓഫ് യുവർ ഹെർട്ട്. എൻ്റെ മനസ്സിൽ നിന്നും ഭയത്തെ നീ പുറത്തേക്ക് വെക്കൂ. ആൻഡ് യു വിൽ ഏബിൾ ടു സ്പീക്ക് ലൈക്ക് എവരിവൺ എൽസ്. അപ്പോ നിനക്ക് നന്നായി മറ്റുള്ളവരെ പോലെ സംസാരിക്കാൻ കഴിയും. നിന്റെ മനസ്സിനുള്ളിൽ പേടിയുണ്ട്, ആ പേടിയെടുത്ത് പുറത്തേക്ക് വലിച്ചൊരു ദൂരെ കളയും. അപ്പൊ എല്ലാവരെ പോലെ നിനക്ക് സംസാരിക്കാൻ കഴിയും. ബോലി ലുക്കഡ് അപ്പ് ആസ് ഇഫ് ഇറ്റ് ആസ്ക് റിയലി. ബോലി അവളെ ജീവിതത്തിൽ ഒരിക്കലും ഒരാളെ മുഖത്തേക്ക് അങ്ങനെ ഉയർന്നു നോക്കിയിട്ടുണ്ടാവില്ല. ഇത് കോൺഫിഡൻസോട് കൂടി, പ്രതീക്ഷയോട് കൂടി, ജീവിതത്തിൽ ആദ്യമായിട്ട് അവൾ ടീച്ചറെ മുഖത്തേക്ക് നോക്കി. ലുക്കഡ് അപ്പ്. ടീച്ചർ കുറച്ച് ഉയരം കൂടിയതായിരിക്കില്ല, ബോലി ചെറിയ കുട്ടിയല്ലേ. അവൾ കുറച്ച് മുകളിലേക്ക് നോക്കി, മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, റിയലി ഇത് വാസ്തവമാണോ, സത്യമാണോ? അത്ഭുതത്തോടെ അവൾ ചോദിക്കുകയാണ്. ആദ്യമായിട്ടായിരിക്കും അവളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് തന്നെ. യെസ് 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 ഇറ്റ് വിൽ ബി വെരി ഈസി. ഇത് വളരെ എളുപ്പമാണ്. യു ജസ്റ്റ് കം ടു സ്കൂൾ എവറി ഡേ. ഇത് വെറും ജസ്റ്റ് ഒന്ന്, കേവലം ഡെയിലി ഒന്ന് സ്കൂളിലേക്ക് വന്നാൽ മതി. വിൽ യു കം? നീ വരില്ലേ? ബോലി നോഡഡ്. ബോലി തലയാട്ടി. നോ 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 നോ, സേ ഇറ്റ് ലൗഡ്. അങ്ങനെ തലയാട്ടിയാൽ മാത്രം പോരാ, ഉച്ചത്തിൽ പറയണം. അങ്ങനെ ബോലിയോട് ഉച്ചത്തില് നാളെ ക്ലാസ്സിലേക്ക് വരണം എന്ന് ടീച്ചർ വാത്സല്യത്തോടു കൂടി അഭ്യർത്ഥിക്കണേ. അപ്പൊ ബോലി ശ്രമിക്കണേ. യെസ്. അവള് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ചെറിയൊരു വിക്കൽ വന്നെങ്കിലും ആ യെസ് എന്ന വാക്ക് അവള് പൂർണ്ണമായി ഉച്ചരിച്ചു. ആൻഡ് ബോലി ഹെർസെൽഫ്, ബോലി സ്വയം വാസ് അസോനിഷഡ് that she had been able to say it. അവൾക്ക് അവളെ തന്നെ അഭിമാനമായി തോന്നി. കാരണം അവൾക്ക് പൂർണ്ണമായിട്ടും അത് പറയാൻ സാധിച്ചു. യെസ് എന്നുള്ള വാക്ക് കുറച്ച് വിക്കിട്ടാണെങ്കിലും അത് മുന്നത്തേക്കാൾ കുറച്ച് സിമ്പിളായിട്ട് അവൾക്കത്
പറയാൻ സാധിച്ചു. Didn't I tell you? ഞാനോട് പറഞ്ഞില്ലേ? Now take this book. ഇപ്പൊ ഈ പുസ്തകം എടുക്കോ. ടീച്ചർ ഒരു പുസ്തകം അവളെ കയ്യിൽ കൊടുത്തു. The book was full of nice picture and the picture were in color. ആ ബുക്ക് ഫുള്ളായിട്ട് നല്ല നല്ല സൗന്ദര്യമുള്ള നല്ല സൂപ്പർ ചിത്രങ്ങളും ആ ചിത്രങ്ങളാവട്ടെ നല്ല കളറുകളുള്ള ചിത്രങ്ങളുമായിരുന്നു. എന്തൊക്കെയാണ് ആ ചിത്രങ്ങൾ? ഡോഗ്, ക്യാറ്റ്, ഗോട്ട്, ഹോസ്, പാരറ്റ്, ടൈഗർ, കൗ, ജസ്റ്റ് ലൈക്ക് ലക്ഷ്മി. അതായത് നായന്റെ ഫോട്ടോ ഉണ്ട്, നല്ല കളർഫുൾ ആയിട്ടുള്ള ഫോട്ടോ. ക്യാറ്റ്, പൂച്ച, ആട്, കുതിര, തത്ത, കടുവ, അതുപോലെ തന്നെ അവളെ വീട്ടിൽ മുമ്പുണ്ടായിരുന്ന ലക്ഷ്മിയെ പോലത്തെ നല്ല പശുവിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. ആൻഡ് വിത്ത് എവരി പിക്ചർ വാസ് എ വേർഡ് ഇൻ ബിഗ് ബ്ലാക്ക് ലെറ്റർ. എല്ലാ പിക്ചറിനും പിന്നെ താഴെ ഏതാനും കറുത്ത ലെറ്ററുകളിൽ ഓരോ വേർഡും ഉണ്ടായിരുന്നു, ഓരോ വാക്കുകളും ഉണ്ടായിരുന്നു. In one month you will be able to read this book. അവർ ആ പുസ്തകം കൊടുത്തുകൊണ്ട് ടീച്ചർ പറയാണ്, ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നിനക്ക് ഈ പുസ്തകം പൂർണ്ണമായും വായിക്കാൻ സാധിക്കും. then I will give you a bigger book. അതിനുശേഷം ഞാൻ നിനക്ക് ഒന്നും കൂടി വലിയ പുസ്തകം തരും. then a still bigger one. അപ്പം നീ കുറച്ച് വലിയ ഒരാളായിരിക്കും. in time you will be more learned than anyone else in the village. ഈ വില്ലേജിലുള്ള മറ്റാരെക്കാൾ കൂടുതൽ നിനക്ക് പഠിക്കാൻ സാധിക്കും ഈ സമയത്ത്. then no one will ever be able to laugh at you. പിന്നെ നിന്നെ ഒരാൾക്കും നിന്നെ നോക്കി ചിരിക്കാനോ കളിയാക്കാനോ സാധിക്കുകയില്ല. പീപ്പിൾ വിൽ ലിസൺ ടു യു വിത്ത് റെസ്പെക്ട്. ജനങ്ങൾ നിന്നെ ബഹുമാനത്തോടു കൂടി കേൾക്കുകയും യു വിൽ ബി ഏബിൾ ടു സ്പീക്ക് വിത്തൗട്ട് ദ സ്ലൈറ്റ് സ്റ്റാമർ. ഒരു കുറഞ്ഞ ലളിതമായ ചെറിയ ഒരു വിക്ക് പോലും ഇല്ലാതെ നിനക്ക് സംസാരിക്കാനും കഴിയും. അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായോ? നോ ഗോ ഹോം. നൗ യു ഗോ ഹോം. ഇപ്പൊ നീ വീട്ടിലേക്ക് പോ. ആൻഡ് കം ബാക്ക് ഇയർലി ടുമോറോ മോർണിംഗ്. നാളെ രാവിലെ നീ നേരത്തെ വാ, സ്കൂളിലേക്ക് വാ. Boli felt as if suddenly all the bells in the village temple were ringing and the trees in front of the school house had blossomed into a big red flowers. അതായത് അവളെ മനസ്സിൽ ഒരു പ്രതീക്ഷയുടെ ഒരു എന്താ പറയാ ഒരു വെളിച്ചം വീശിയാണ്. ആ സമയത്ത് അവൾക്ക് എന്താണ് തോന്നിയത്? ഈ അമ്പലത്തിലൊക്കെ ഉണ്ടാവുമല്ലോ ഈ മണി ബെല്ലടിക്കണേ, അങ്ങനെ ചങ്ങലയിലൊക്കെ തൂങ്ങിയിട്ടുള്ള അങ്ങനെ ആ വില്ലേജിലുള്ള എല്ലാ അമ്പലത്തെയും മണികൾ ഒന്നിച്ച് അവളെ ചുറ്റും നിന്ന് മുഴങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി. മാത്രമല്ല ഈ സ്കൂളിന്റെ മുറ്റത്തും വീടിന്റെ മുറ്റത്തൊക്കെ ഉള്ള എല്ലാ മരങ്ങളും പൂത്തെളിഞ്ഞതുപോലെ ചുവന്ന ഫ്ലവർ, ചുവന്ന മുട്ടപ്പൂവായിട്ടുള്ള വലിയ കുങ്കുമപ്പൂവ് ഇതൊക്കെ ഉണ്ടല്ലോ, ഫ്ലവറൊക്കെ ഉണ്ടോ വലിയ, ആ ഫ്ലവർ പൂത്തെളിഞ്ഞതുപോലൊക്കെ അവൾക്ക് തോന്നി. ഹെർ ഹെർട്ട് വാസ് ത്രോബിംഗ് വിത്ത് എ ന്യൂ ഹോപ്പ് ആൻഡ് ന്യൂ ലൈഫ്. അവളെ മനസ്സിൽ പുതിയ പ്രതീക്ഷകളുടെയും പുതിയ ജീവിതങ്ങളുടെയും നല്ല ഈണം, അതായത് ശംഖനാദം മുഴങ്ങിക്കൊണ്ടേയിരുന്നു. Thus the years passed. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. അങ്ങനെ ആ ക്ലാസ് റൂമിലെ ചില ഒന്ന് രണ്ട് സംഭവങ്ങൾ സെക്ഷൻ 4 പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തുകയാണ്. ഏകദേശം 3/4 മണിക്കൂറോളം ആയില്ലേ. അപ്പോൾ ഇതിൽ ബാക്കി താഴ്ത്തി ചെറിയ കോളം കൊടുത്തിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കുക, പെട്ടെന്ന് മനസ്സിലാവും. എൻ്റെ ക്ലാസ് ഒന്ന് കേട്ടതിന് ശേഷം. അങ്ങനെ 5, 6, 7 3 സെക്ഷന് ഇനിയുണ്ട്. അത് നമ്മൾ അടുത്ത വോയിസിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ വരാം. അതല്ലേ ബെറ്റർ. ഇപ്പോൾ 43 മിനിറ്റായി. അപ്പോൾ 44 ഇത് ഇനി ഒരു അരമണിക്കൂറും കൂടി വേണ്ടി വരും. അപ്പോൾ ഒരുപാട് ലെങ്ത് കൂടും, 1 മണിക്കൂറിൻ്റെ ഒക്കെ മേലാവും. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ പുസ്തകം നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് നിങ്ങളെ കയ്യിൽ പുസ്തകം കിട്ടില്ലെങ്കിൽ ഓൺലൈനിലെ പുസ്തകം കിട്ടും. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ PDF ഫയൽ വാട്സപ്പിൽ അയച്ചു തരാം. അപ്പോൾ ആ പുസ്തകം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ എക്സാമിന് 6 മാസത്തിനുള്ളിൽ എക്സാം വരുന്നതാണ്. എക്സാമിന് വരുന്നതിന് മുമ്പിട്ട് ഈ പുസ്തകം എല്ലാം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വായിക്കണം.
അപ്പോൾ വായിക്കുമ്പോൾ ഫസ്റ്റ് വായിക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും, ഇംഗ്ലീഷല്ലേ. അപ്പോൾ ആ ഇംഗ്ലീഷ് സിമ്പിളായിട്ട് വായിക്കാനുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ടത്, അതിൻ്റെ സിമ്പിളായിട്ടുള്ള ടെക്നിക്കുകളൊക്കെ ഉണ്ട്, അർത്ഥം അറിഞ്ഞ് തന്നെ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. അപ്പോൾ അതൊക്കെ നമ്മൾ ലൈവ് ക്ലാസ്സിൽ നമ്മൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അങ്ങനെ ഗ്രാമർ ക്ലാസ് ഉണ്ടാവുമല്ലോ, ലൈവ് ഗ്രാമർ ക്ലാസ്, ആ ഗ്രാമർ ക്ലാസ്സിൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് പറഞ്ഞു തരും. അപ്പോൾ ആർക്കെങ്കിലും നമ്മൾക്ക് ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൽ അഡ്മിഷൻ വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക, തീർച്ചയായും നമ്മൾ അഡ്മിഷൻ എടുത്തു തരും. അതുപോലെ തന്നെ നമ്മൾ ഒരു ഗൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പരീക്ഷനെ മാത്രം ആശ്രയിച്ച് പരീക്ഷയിൽ വരാവുന്ന മുൻകാലങ്ങളിൽ ആവർത്തിച്ച് വന്നിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അടങ്ങുന്ന നല്ലൊരു ഗൈഡ് നമ്മളെടുത്തിട്ടുണ്ട്. അത് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരും, അതിന് ചെറിയൊരു പൈസ ഈടാക്കും എന്നേ ഉള്ളൂ. അപ്പോൾ ആ ഗൈഡും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ വരിക. ആർക്കെങ്കിലും ആ ഗൈഡ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ ആ ഗൈഡ് അയച്ചു തരും. ആ ഗൈഡ് പിന്നെ ഒരു പരീക്ഷൻ്റെ അടുപ്പിച്ച് ഒരു 1-2 പ്രാവശ്യം വായിക്കുക. ഈ ടെസ്റ്റ് ഒരു പ്രാവശ്യം വായിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും പാസ് മാർക്ക് ലഭിക്കും, അതിൽ ഉറപ്പാണ്. ബാക്കി മാർക്ക് അസൈൻമെൻറ്റിലും കിട്ടും. ഒരു നല്ല ശതമാനം മാർക്കോട് കൂടിയിട്ട് നിങ്ങൾക്ക് +2 പാസ്സാവാൻ കഴിയും. അപ്പോൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലും കൂടുതൽ മെച്ചപ്പെടുത്താനുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെയോ മറ്റോ നമ്മളെ വിവരം അറിയിക്കുക. നമ്മളത് അടുത്ത വീഡിയോകളിൽ നമ്മളതൊക്കെ മെച്ചപ്പെടുത്തി വരുന്നതാണ്. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത നമ്മൾ പാർട്ട് 2ലേക്ക് കടക്കുക. പാർട്ട് 2ൻ്റെ ക്ലാസ്സും കൂടി നമ്മളിപ്പോൾ എടുക്കുക. ഓക്കെ.